ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലോ ഫ്രം യൂണിവേഴ്സ്. എല്ലാവർക്കും ലോ ഫ്രം യൂണിവേഴ്സിൻ്റെ ഒരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇന്നൊരു പുതിയ റീഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതുവരെ എടുത്തേക്കുന്ന ടോപ്പിക് അല്ലാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ളവർ കാണണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാർക്കുള്ളതാണ് കേട്ടോ. അല്ലാതെ റിലേഷൻഷിപ്പ് ഉണ്ട്, അത് സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നവർ പിന്നെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് കാണരുത്. ഒരു പക്ക നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ വ്യക്തിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം ഇത് കാണുക. നിങ്ങളല്ലാതെ നിങ്ങളുടെ വഴിക്ക് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് ഗ്രോത്തിൽ വന്നു നിങ്ങൾ റിയലൈസ് ചെയ്തു വന്നവരാണെങ്കിൽ ഇത് കാണേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു ഗ്രോത്ത് ആ ഒരു ഇതിൽ വരുന്നുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് ഭയങ്കരമായിട്ടുള്ള ഹാർട്ട് പെയിനും അങ്ങനെ വളരെ വിഷമത്തിൽ ബ്ലോക്കേജസിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ആദ്യമേ പറയാം. കാരണം ഓൾറെഡി ഒരു സെൽഫ് ഗ്രോത്തിലൊക്കെ വരുന്നവരാണെങ്കിൽ പിന്നെ ഇത് കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി ഒന്ന് മോട്ടിവേറ്റ് ആയിട്ട് നിൽക്കുകയല്ലേ. അതുമാത്രമല്ല, ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ്. എനിക്ക് ഈ ഒരു പേഴ്സണെ തന്നെ എൻ്റെ ലൈഫ് ലോങ് മതി എന്നും പറഞ്ഞ് നിൽക്കുന്നവരും കണ്ടിട്ട് കാര്യമില്ല. കാരണം ഇത് ഒരു റിയലൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണം എന്ന വ്യക്തിയുടെ ഒരു യഥാർത്ഥ മുഖം, ആ ഒരു പേഴ്സണെ നിങ്ങൾ ഡിസർവ് ചെയ്യുന്നതാണോ? അതായത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഡിസർവ് ചെയ്യുന്നതാണോ എന്നതിലുപരി നിങ്ങൾക്ക് ഈ പേഴ്സൺ ഡിസേർവ് ആയതാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ഞാൻ ഈ പറഞ്ഞ പോലെ പെയിന് നന്നായിട്ട് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഞാൻ കുറേ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏത് അർത്ഥത്തിൽ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള വ്യക്തിയാണോ അതോ എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് പറയാനുള്ളത്, ഇതിൽ ഞാൻ കാണുന്ന ഒരു കൂട്ടം ആൾക്കാരെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ബ്ലോക്കേജസ് ഉണ്ട്. നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ അവസരങ്ങൾ നിങ്ങൾ കാണാൻ കൂട്ടാക്കുന്നില്ല. നിങ്ങളുടെ മുന്നിലേക്ക് ദൈവം ഓരോന്നും തരാനായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് ഓരോ കാര്യങ്ങൾ തരാനായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് ബ്ലോക്കേജസ് ഉണ്ടാകുന്നത്. അതും നിങ്ങൾക്ക് ഒരിക്കലും വേണ്ടാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഒരിക്കലും ഡിസേർവ് അല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ബ്ലോക്കേജസ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോയി. ആ ഒരു പേഴ്സൺ പോയത് എന്ത് കാരണം ആയിക്കോട്ടെ, വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ എന്ത് കാരണം ആയിക്കോട്ടെ, ഒന്ന് സംസാരിച്ച് തീർക്കേണ്ട വിഷയമാണെങ്കിൽ അത് സംസാരിച്ച് തീർക്കായിരുന്നു അല്ലേ. പക്ഷെ എന്ത് കാരണം കൊണ്ട് ആ ഒരു പേഴ്സൺ പോയതാണെങ്കിലും ഇപ്പോഴത്തെ എനർജി അനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളത് മാറ്റം വരേണ്ട സമയമായി എന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ലൈഫിൽ മാറ്റം വരേണ്ടതാണ്, പക്ഷെ നിങ്ങളായിട്ട് മാറാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ ചില സമയത്ത് വിചാരിക്കും എനിക്കിത് വേണ്ട, എനിക്ക് എൻ്റേതായിട്ടുള്ള ലൈഫുണ്ട്, എനിക്ക് ലൈഫിലേക്ക് തിരിച്ചു പോകണം, എനിക്ക് വേറൊന്നും വേണ്ട എന്ന് ചില സമയത്ത് വിചാരിക്കും. എന്നിട്ട് അന്നേ ദിവസം കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വിളിക്കണം, ടെക്സ്റ്റ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ പ്രസൻസ് വേണം, വിളിക്കാൻ വേണ്ടി ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടേക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനാണ് കാണുന്നത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മുമ്പിൽ ഒരു വെളിച്ചമുണ്ട്, അത് നിങ്ങൾ കാണുന്നില്ല. നിങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിൽ കുറച്ച് ബ്ലോക്കേജസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഉള്ളിൽ നിന്ന് ചിന്തിക്കേണ്ട സമയം ഓൾറെഡി ആയിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ചുറ്റുമുള്ളത് എന്താണ്, ആരൊക്കെയാണ് ശരിയായിട്ടുള്ള ആൾക്കാർ, ആരൊക്കെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, താൻ എന്തിനു വേണ്ടിയിട്ട് തൻ്റെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങണം. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് വീട്ടുകാരുടെ മുമ്പിൽ വരെ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് പലപ്പോഴും വഴക്കുണ്ടാക്കേണ്ട സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. സോ നിങ്ങൾ അതൊക്കെ ത്യാഗം ചെയ്ത് ആ ഒരു സ്റ്റേജിലൊക്കെ കഴിഞ്ഞു വന്ന ആൾക്കാരാണ്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് മാറി നിൽക്കുന്നതാണ്. ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ വിട്ടിട്ട് പോയി ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ട് ബ്ലോക്ക് ചെയ്തു, തിരിച്ച് വിളിച്ചില്ല, സംസാരിച്ചില്ല എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ. എന്തുകൊണ്ടായിരിക്കാം? നിങ്ങളുടെ എനർജി എന്തിനാണ് നിങ്ങളെ വേണ്ടാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ റോങ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതെന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? നിങ്ങളുടെ മുന്നിലേക്കുള്ള വരുന്ന വഴി നിങ്ങൾക്കറിയാം എന്തൊക്കെ സംഭവം വരാനാണ്. ചിലർക്ക് ഭയങ്കര ഇൻറ്റ്യൂഷൻ ഉണ്ട് ഈ കൂട്ടത്തിൽ. ചിലർക്കെല്ലാം മുഖ്യ ആൾക്കാർക്ക് ഇൻഡ്യൂഷൻ ഉണ്ട്, ഹൈ ആയിട്ടുള്ള ഇൻഡ്യൂഷനുള്ള ആൾക്കാരാണ്. എനിക്ക് എന്തോ വരാനുണ്ട്, പക്ഷെ വരാനുള്ളവരെ നിങ്ങൾ തന്നെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. എന്തിനാണ്? ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ വരാൻ വേണ്ടി ഇരിക്കുവാണ് നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ അത് വരണമെങ്കിൽ നമ്മളാദ്യം നമ്മളിൽ തന്നെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മളെ സ്നേഹിച്ചു തുടങ്ങണം, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ കെയർ ചെയ്ത് തുടങ്ങണം. എങ്കിലല്ലേ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മളിൽ വന്ന് ചേരത്തുള്ളൂ. ഇല്ലാതെ എങ്ങനെയാണ് വന്ന് ചേരുന്നത്?
നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു പാത്ത് നിങ്ങളെ തന്നെ മാറ്റിയെടുത്താൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ളതും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. പക്ഷെ നിങ്ങളതൊന്നും മനസ്സിലാക്കുന്നേയില്ല. ഒരു തരി പോലും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാനുണ്ട്. നിങ്ങൾക്ക് അത് മാത്രമല്ല, ചിലവർക്ക് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങളുടെ തീരുമാനത്തിനായിട്ട് കുറച്ച് കാര്യങ്ങൾ വെയിറ്റിംഗ് ആണ്. പക്ഷെ ആ വെയിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ തന്നെ ബ്ലോക്കേജസ് ഉണ്ട്, ഭയങ്കര ബ്ലോക്കേജസ്, ഭയങ്കരമായിട്ടുള്ള കാര്യം ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ല ബ്ലോക്കേജസ് ഉണ്ട്. സോ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളെ മാറ്റാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് പറയാം. നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ വെയിറ്റ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആർക്ക് വേണ്ടി നിങ്ങൾ റോങ് ആയിട്ട് നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ ഒരു പേഴ്സൺ നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള പേഴ്സൺ അല്ല. നിങ്ങൾക്ക് സംതിങ് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം വരുന്നുണ്ട് ലൈഫിൽ. ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള എന്തോ ഒരു ലൈഫിൽ വരുന്നുണ്ട്. സോ അതിനെ ബ്ലോക്ക് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. അത് വരാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾ തന്നെയാണ് വേണ്ട വേണ്ട എന്നുള്ള രീതിയിൽ നിർത്തിയിരിക്കുന്നത്. സോ നിങ്ങളുള്ളൊരു മാറ്റമാണ് യൂണിവേഴ്സ് കാത്തു നിൽക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ മാത്രമാണ് ചിലർക്ക് ലൈഫിൽ സക്സസ് ഉണ്ടാകത്തുള്ളൂ. സോ നിങ്ങൾ ആദ്യം സെൽഫ് ഇൻവെസ്റ്റ് ചെയ്യൂ, സെൽഫ് ഗ്രോത്ത് ചെയ്യൂ. നിങ്ങൾ ചെറിയ രീതിയിൽ, ഞാനിപ്പോൾ വലിയ രീതിയിൽ ഒറ്റ ദിവസം കൊണ്ട് ആർക്കും പറ്റത്തൊന്നുമില്ല. സെൽഫ് ഗ്രോത്ത് ചെയ്യണം, സെൽഫ് കെയർ ചെയ്യണം, എല്ലാം മറക്കണം, ഒരിക്കലും ഇല്ല. ഈ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് അവരുടെ ലൈഫിൽ കയറി വന്ന ആൾക്കാരായിക്കോട്ടെ, അവർ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് വന്നത്. ഒറ്റയ്ക്ക് നമ്മളൊരു സെൽഫ് കെയർ, സെൽഫ് ഗ്രോത്ത് കൊടുക്കുക, നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ വിട്ടിട്ട് പോയ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങൾ അതിലൊരു ചെറിയൊരു സ്റ്റെപ്പ് എടുക്കുക. ചെറിയൊരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ തന്നെ ഡേ ബൈ ഡേ ആയിട്ട് അതൊക്കെ മാറുന്നതാണ്. എത്രയോ പേര് അവരുടെ ലൈഫിൽ ഇതുപോലത്തെ ഇഷ്യൂസൊക്കെ വന്നിട്ട് ഫേസ് ചെയ്ത് അവർ തിരിച്ചു കയറി വന്നു. അവർക്കും പെട്ടെന്നുള്ള ജേർണി ഒന്നും ആയിരുന്നില്ല, വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്ക് വന്നിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവരുടെ ചേഞ്ച് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അതിമനോഹരമാണ്. കാരണം യൂണിവേഴ്സ് അവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. അവരതിനെ റിസീവ് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ നിങ്ങൾക്കും സെയിം ടൈം തന്നെ നിങ്ങൾക്കും തരാനത് യൂണിവേഴ്സ് ഓക്കെയാണ്. പക്ഷെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബ്ലോക്കേജസ് ഉണ്ടാകുന്നത്. സോ ഇതിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു എനർജിക്ക് വേണ്ടിയിട്ടാണ്. പക്ക റോങ് ആയിട്ടുള്ള എനർജിയാണ്. റോങ് മീൻസ് അതിൻ്റെ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി. ഇനി അങ്ങനെ ഒരു പേഴ്സൺ തിരിച്ചു വന്നാലും തിരിച്ചു വന്നാലും അതൊരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും. ഇതിൽ ഒരാൾ ഭയങ്കരമായിട്ട്, അതായത് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളായിട്ട് അങ്ങോട്ട് പോയാലും ഈ ഒരു പേഴ്സണായിട്ട് തിരിച്ച് നിങ്ങളുടെ അടുത്തോട്ട് വന്നാലും അതിൽ ഒരാൾ ലൈഫ് ലോങ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഒരാൾ ഈഗോയിസ്റ്റിക് ആയിരിക്കും, ഒരാൾ നന്നായിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന ഒരു കൂട്ടത്തിലായിരിക്കും. നിങ്ങൾ അതിനൊക്കെ തയ്യാറാണ്, നിങ്ങളുടെ ലൈഫിൽ ഒരു വൺ ആൻഡ് ഓൺലി ലവ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യാം. അതർവൈസ് നിങ്ങൾ തന്നെ ആലോചിക്കൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ്, നിങ്ങൾ എന്ത് നേടി, എന്ത് വിഷമം ഉണ്ടായി, ആരുടെ അടുത്തൊക്കെ എനിക്ക് എന്തൊക്കെ പറയേണ്ടി വന്നു, ഈ ഒരു പേഴ്സണിന് വേണ്ടി ആരുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വന്നു, ഏതൊക്കെ രീതിയിലൂടെ നിങ്ങളുടെ ലൈഫ് കടന്നുപോയി. സോ ഇതൊക്കെ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ പറ്റി ഒന്ന് നന്നായിട്ട് ആലോചിക്കുക. ആ ഒരു ലൈഫിലേക്ക് തിരിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച ലൈഫിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ഞാൻ ഡയറക്റ്റായിട്ട് പറയുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഡിസേർവിങ് അല്ലാത്ത കാര്യം ഡിസേർവിങ് അല്ലാത്തതാണ്. വെറുതെ നമുക്ക് പറ്റാത്തൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്തൊരു കാര്യത്തിന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളത് നിങ്ങളിലേക്ക് അടുപ്പിച്ചു, നിങ്ങളിലേക്ക് തിരിച്ച് വന്നെന്ന് വെച്ചോ, പിന്നെയും ബാക്ക് ടു അപ്പോൾ ഒരു പഴയ ജേർണിയിലേക്ക് തന്നെയല്ലേ പോകുന്നത്. ഒരു ഡോമിനേഷൻ അല്ലെങ്കിൽ ഒരാൾ സാക്രിഫൈസ് ചെയ്യുക, അതിനൊക്കെ നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാം. നിങ്ങൾക്ക് അത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ. അതല്ല, കുറച്ചെങ്കിലും ലൈഫിനെ പറ്റി ഒരു ചിന്താഗതി ഉള്ളവരാണെങ്കിൽ മാറ്റി ചിന്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ അതാണ് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഏഞ്ചൽ മെസ്സേജും കൂടെ നോക്കാം. ഓക്കെ, നമുക്ക് എന്താണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ്? ഈ 3 കാർഡ് നിങ്ങൾ കാണുന്നുണ്ട് എന്നാണ് വിശ്വാസം. ഇതിൽ എടുത്തു പറയുന്ന കാര്യങ്ങളുണ്ട്. ഏഞ്ചൽ മെസ്സേജ് എന്തായാലും കള്ളം പറയലല്ല, എൻ്റെ കയ്യിൽ നിന്ന് വീഴുന്ന കാർഡ് തന്നെയാണ്. നിങ്ങൾക്ക് ലൈഫിൽ എന്തോ സംഭവം വരാനുണ്ട്, ഇതിൽ ബെറ്റർ ആയിട്ടുള്ള ഒന്നുണ്ടെന്ന് നിങ്ങൾ കാണുന്നൊരു കാര്യമാണ്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. ഓക്കെ, ആ ഒരു പേഴ്സൺ തിരിച്ചു വരികയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോയി സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി സംസാരിക്കുക.
എവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളുമായിട്ടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിൽ തന്നെ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, നല്ലതാണോ ചീത്തയാണോ, എനിക്ക് ഡിസേർവിങ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏതോ റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കീ ആണ്. സോ അതൊരിക്കലും ചിലവർക്ക് കമ്മ്യൂണിക്കേഷൻ കൊണ്ടായിരിക്കും ചില ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരിക്കുക. പക്ഷെ അത് പറഞ്ഞു തീക്കാതെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നതിന് നമുക്ക് ആർക്കും ആരുടെ ഫീലിങ്സ് ജെന്യൂൻ ആണോ ഇല്ലേ എന്നൊന്നും അറിയാൻ പറ്റില്ല. ഓക്കെ, സോ അതെന്ന് പറയുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജാണ്. പിന്നെ അല്ലാത്ത കാര്യം നിങ്ങളെന്നെ കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഡെസ്പായിട്ടിരിക്കണം ഇത് കണ്ടിട്ട്. പിന്നെ അയ്യോ എൻ്റെ ലൈഫിൽ നിന്ന് ഇത് പോയല്ലോ, പിന്നെ എന്തിനാണ് യൂണിവേഴ്സ് ആ ഒരു റിലേഷൻഷിപ്പിനെ ഒന്നിച്ചത്, അങ്ങനെയൊന്നും വിചാരിക്കില്ലേ. യൂണിവേഴ്സായിട്ടാണ് നിങ്ങൾക്ക് ഒരാളെ കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ലെസൺസ് ഉണ്ട്. കുറേ പേര് തന്നെ ഈ ഒരു പേഴ്സണിൽ നിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഒരു പഠിച്ച കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റ് തരാനായിട്ട് യൂണിവേഴ്സ് റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് എനിക്കിത് പറയാനുള്ളത്. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.